ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് വെറും ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. എന്തെങ്കിലുമൊക്കെ എടുക്കണമല്ലോ, അതുകൊണ്ട് എടുത്തത്. അപ്പം 2025 ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ്. ഇതുവരെ കുക്കിംഗ് വ്ളോഗ് ആയിരുന്നല്ലോ അപ്ഡേറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. രാവിലെ എണീറ്റു, ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഇന്ന് എൻ്റെ വീക്ക് ഓഫ് ഡേ ആണ്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പരിപാടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്ന് പുറത്ത് പോകണം, അല്ലറ ചില്ലറ വട്ടപ്പരിപാടികൾ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം. വട്ടപ്പരിപാടികൾ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള വട്ടപ്പരിപാടികളൊന്നുമില്ല, എന്നാലും ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കണോ, അതുകൊണ്ട് മാത്രം. അപ്പോൾ വരൂ, നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് കാണാം. സോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1.5 പൊറോട്ടയിൽ നിന്നുമാണ്. ഇത് തലേദിവസം വാങ്ങിച്ച പൊറോട്ട കേട്ടോ. അത് നമ്മുടെ ചിക്ക് പീസിൻ്റെ ഗ്രേവി ഉണ്ട്. പിന്നെ കൊതി മൂത്തപ്പോൾ കുറച്ച് ബീഫ് എടുത്തു. ആ ബീഫിൽ ആകെ 1-2 കഷ്ണങ്ങളെ ഞാൻ കഴിച്ചുള്ളൂ. കാരണം എനിക്ക് കുറച്ച് അലർജിക് പ്രശ്നമുണ്ട്. സോ ഞാൻ പേടിച്ചാണ് കഴിച്ചത്. ദെൻ പുറത്ത് പോകണമായിരുന്നു. ഇപ്പോഴത്തെ ചൂട് ഒരു രക്ഷയില്ല കേട്ടോ, നല്ല വെയിലാണ്. ഇപ്പോൾ ട്രിവാൻഡ്രം എന്ന് പറയുന്നത് എനിക്ക് സെക്കൻഡ് ഹോമാണ്. കോട്ടയത്തിനേക്കാളും കുറച്ചും കൂടെ എനിക്കിപ്പം പ്ലേസ് പരിചയം വന്ന് ട്രിവാൻഡ്രമാണ്. ആൻഡ് ശ്രീഹരി ആയുർവേദിക് മെഡിസിൻ, ഇത് ഞങ്ങളുടെ സ്റ്റാച്യു, ഞങ്ങളുടെ അല്ല, ട്രിവാൻഡ്രം സ്റ്റാച്യൂലുള്ള ഒരു ആയുർവേദിക് ഷോപ്പാണ്. വർഷങ്ങളോളം വർഷം എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ നല്ല പഴക്കമുള്ള ഒരു ആയുർവേദിക് ഒരു മെഡിക്കൽ ഷോപ്പാണ്. അത് ഡോക്ടറിന് അവൈലബിൾ ആണ്. സോ എൻ്റെ ആയുർവേദിക്, ഞാൻ കൂടുതലും ആയുർവേദിക് ട്രീറ്റ്മെൻ്റ് ആണ്, അതിലേക്കാണ് മാറി. അതാണ് കുറച്ചും കൂടെ ശരീരത്തിന് നല്ലത്. പിന്നെ ട്രിവാൻഡ്രത്ത് വന്നാൽ മാത്രം കാണുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സെക്രട്ടേറിയറ്റ് സിറ്റി ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ പല പാർട്ടികളുടെയും ജാഥ, അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ജാഥകളും കാര്യങ്ങളൊക്കെ കാണാം. കൂട്ടത്തിൽ കുറേ പോലീസുകാർ. പക്ഷെ എനിക്ക് ഇവരോടൊക്കെ ഭയങ്കര റെസ്പെക്റ്റ് തോന്നുന്നു. ബിക്കോസ് ഞാൻ സോഡ നാരങ്ങളും കുടിച്ചുകൊണ്ട് ഇത് തണലത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബാക്കി കുറേ പേര് അവരവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പ്രതിഷേധ സമരം, ചിലവർ ജീവിതത്തിൻ്റെ നെട്ടോട്ടം. ഇത് മഹാബോളി. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മഹാബോളി കൂടെ കാണിച്ചതേ ഉള്ളൂ. പിന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കുറച്ച് 1-2 സാധനം വാങ്ങിക്കാൻ പോയത്. പക്ഷേ ഒരു കിണ്ണ സാധനമൊക്കെ ആയിട്ട് വാങ്ങിച്ചു വന്നത്. തിരിച്ച് വീട്ടിൽ വന്നാൽ ഞങ്ങളുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് അങ്ങനെ സോളോ ആയിട്ട് പുറത്തിറങ്ങുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, നിങ്ങൾ ശ്രമിച്ചു നോക്കും ഞാൻ എന്താണ് പറയുന്നത്. എൻ്റെ പോലെ എന്തൊരു ചൂടാണെന്നറിയോ. ചൂടെന്ന് പറഞ്ഞാൽ അത്ര ചൂടാണ്. ചില ആൾക്കാരൊക്കെ മഴയത്തോടെ നടക്കുന്ന പോലെ വെയിലത്തോടെ നടക്കുന്നത്. ഇവർക്കൊന്നും വെയിൽ കൊള്ളുന്നില്ലേ എന്നുള്ളത് എൻ്റെ ഒരു സംശയമാണ്. ഇവിടെ വെറുതെ സ്കൂട്ടറിൻ്റെ പുറകെ കയറിയിരുന്ന് ഹെൽമെറ്റും വെച്ച് സിറ്റി ഒന്ന് കറങ്ങി പരിപാടി കഴിഞ്ഞാൽ നേരെ വീട്ടിലെത്തിയപ്പം തന്നെ ചത്ത പരിപാടി. ചിലവരൊക്കെ കുടയില്ലാതെയാണ് നടക്കുന്നത്. കുടയില്ലാതെ ഒന്നും നടക്കരുത് ഈ ചൂടത്ത്, വെണ്ണീറാവും. തിരിച്ച് വരുന്ന വഴിക്ക് നമുക്ക് കുറച്ച് മീൻ കിട്ടി കേട്ടോ. അയില എനിക്ക് കഴിക്കാൻ മേല, അലർജിക്കാണ്. സോ ഞാൻ നത്തോലി ആണ് എൻ്റെ മെയിൻ പരിപാടി. പിന്നെ 2 നാടൻ മുട്ട വീട്ടിലങ്ങനെ വാങ്ങിക്കാറില്ല, പക്ഷെ കണ്ടപ്പോൾ ഫാദർജി വാങ്ങിച്ചു. പിന്നെ ഇപ്പോഴത്തെ പരിപാടി കഴിഞ്ഞ ഏതോ ഒരു വ്ളോഗിൽ പറഞ്ഞ പോലെ പഴയ നല്ല സിനിമകൾ കാണുക എന്നുള്ളതാണ്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് കാക്കക്കുയിൽ. ചൂട് ചോറ്, മുട്ട പൊരിച്ചത്, മോര് കാച്ചിയത്, ആഹാ അന്തസ്. ഇപ്പൊ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിന്റെ വ്ളോഗ് ഇത് നമ്മുടെ ഫൈനൽ പാർട്ടാണ്. ക്ലൈമാക്സിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വേറെ പരിപാടികളൊന്നുമില്ല, ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് വെറുതെ ഇരിക്കുന്നതിനെക്കാട്ടും ജസ്റ്റ് ഞാൻ ഇങ്ങനെ വിചാരിച്ചു 2025 ഒരു വെരി ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇതാക്കാന്ന്. അപ്പം വേറെ ഒന്നുമില്ല, പുതിയ വ്ളോഗ്സൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സമ്മർ സീസൺ തുടങ്ങിയിട്ടില്ല, ബട്ട് ഭയങ്കര ചൂടാണ്. സോ എനിക്ക് പറയാനുള്ളത്, ഈ ചൂടത്തൂടെ നടക്കുന്നവർ ഓൾവേസ് ബി ഹൈഡ്രേറ്റഡ് ആവുക, വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക, അറ്റ്ലീസ്റ്റ് കുടയെങ്കിലും ചൂടി പോവുക. അതൊക്കെ തന്നെ ഉള്ളൂ. അയ്യോ, അത്രയ്ക്കും ചൂടല്ലേ.
അപ്പോൾ എൻ്റെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വ്ളോഗിൽ നമുക്ക് കാണാം. അതുവരേക്കും ടാറ്റാ.